ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ നമുക്ക് മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ് കേട്ടോ. ഏലക്ക ഒരു 5 എണ്ണം എടുക്കാം. അതുപോലെ തന്നെ കറുകപ്പട്ട ഒരു 2 എണ്ണവും ഗ്രാമ്പു ഒരു 6 എണ്ണം എടുക്കാം കേട്ടോ. അധികം ആവുകയും ചെയ്യരുത്. അപ്പോൾ ഇത്ര എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ജീരകമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് 2 സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. കുരുമുളകും അതുപോലെ തന്നെ മല്ലിയും. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ മല്ലിയും പൊടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അതും കൂടി ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് വറുത്തെടുക്കുന്നില്ല. അപ്പോൾ ഇത്ര ഐറ്റംസാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പം പൊടിച്ച് വെച്ച് ആ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പ്, പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മല്ലിപ്പൊടിയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ വറുത്തതിൻ്റെ അകത്ത് മല്ലിയും അതുപോലെ തന്നെ കുരുമുളകും പൊടിച്ചവരുണ്ടെങ്കിൽ ഇപ്പം ഈ ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതില്ലാത്തവരാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി ഇനി ഒരു 30 മിനിറ്റത്തേക്ക് ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മണവും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് സവോള, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വരണ്ട് വന്നാൽ മാത്രം മതി. ഒന്ന് വരണ്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഇതൊന്ന് വരണ്ട് വരുന്ന സമയത്തിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആ 3 ഗ്ലാസ് വെള്ളവും വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തുള്ളി നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കറക്റ്റ് ഒരു 10 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം കറക്റ്റ് 10 മിനിറ്റ് ചോറ് നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം ചോറ് ഊറ്റിയെടുക്കുക. അത് വേറൊരു പാനിലേക്ക് മാറ്റുക. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്ത് കാണത്തില്ല, അധികം ചെറുതായിട്ട് ഒരു രീതിയിൽ ഒന്ന് വെന്ത് കാണും. അതിനുശേഷം ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഓയിലും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ, അപ്പോൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് നല്ല രീതിയിലൊന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതൊന്ന് അടച്ച് വെക്കുക. അപ്പം ഞാൻ ഈ അടച്ചു വെക്കുന്ന എൻ്റെ ഈ പാത്രത്തിന് മുകളിലായിട്ടൊരു ഹോളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോളും കൂടെ ഇതിലൊരു പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നല്ല രീതിയിലൊന്ന് ദമ്മായി കിട്ടത്തുള്ളൂ. മറ്റൊരു 45 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഇത്ര സിമ്പിളാണ് മന്തി ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തക്കാളി, അതുപോലെ തന്നെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി പൊടിച്ചതുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ചട്നി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയുള്ളൂ.